നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം എപ്പോഴും വ്യത്യസ്തമാകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതുമാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് അറിയുക പ്രയാസകരമേറിയ കാര്യമാകുന്നു. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് ഏവരും. എങ്കിലും വിഭിന്നമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് വിശദമായി മനസ്സിലാക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 3 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ആദ്യത്തെ നമ്പർ 1111 ആകുന്നു. രണ്ടാമത്തെ നമ്പർ 4444 ആകുന്നു. മൂന്നാമത്തെ നമ്പർ 6666 ആകുന്നു. ഈ 3 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്പർ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ 3 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 1111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആലോചിച്ച് വിഷമങ്ങളും സങ്കടങ്ങളുമുണ്ട്. എന്നാൽ പ്രധാനമായും സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികപരമായ ഉയർച്ചകൾ നിങ്ങൾക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം വിഷമതയിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് എന്ന് പറയാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുന്നതുമില്ല. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് തെറ്റിപ്പോവുകയോ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള കാര്യങ്ങൾക്കും തടസ്സമാകുന്നു അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം വൈകുന്നതിന് ഒരു പരിധിവരെ കാരണമാകുന്നു എന്ന് പറയാം. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഉയർച്ച നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലഭിക്കാത്തതും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളാലാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നീങ്ങി പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ശത്രുക്കളും നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു പരിധിവരെ തടസ്സമാണ് എന്ന് തന്നെ പറയാം. മാനസികപരമായ പ്രയാസങ്ങളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തികം തന്നെയാകണം എന്നില്ല. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ടെൻഷനുകൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇതിൽ നിന്നും പുറത്ത് കടക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുവാൻ താല്പര്യപ്പെടുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ സമയപരിധി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എപ്പോഴെങ്കിലും അത്തരത്തിൽ സംഭവിച്ചാൽ പോരാ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എത്രയും വേഗം ഇത്തരത്തിലുള്ള മാനസികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്കും ആഗ്രഹ സാഫല്യത്തിനും തടസ്സം നിൽക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കഠിനമായ പ്രയത്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കും എന്ന് തന്നെയാണ് ഫലം. ശത്രുക്കൾ സാമ്പത്തികപരമായ പ്രയാസങ്ങളാൽ ഇത്തരം ആഗ്രഹങ്ങൾ നീണ്ടുപോകുന്നു എങ്കിൽ കഠിനമായ പരിശ്രമത്തെ തുടർന്ന് അത് നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
എന്നാൽ ഒരിക്കലും മനസ്സിലുള്ള ആ അഗാധമായ ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നതായ സമയത്ത് നിങ്ങൾക്ക് ആ കാര്യം നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആ സമയത്ത് നടക്കുവാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്ന കാര്യവും ഓർക്കുക. നടക്കും, എന്നാൽ അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുവാൻ സഹായകരമായ ചില കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം തടസ്സങ്ങൾ ഒഴിവാവുകയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ആ ചിന്തകൾ അത് ശരിയായ രീതിയിലുള്ള ചിന്തകൾ തന്നെ ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ചിന്തകൾ മാത്രമേ മനസ്സിൽ നിറയ്ക്കുവാൻ പാടൂ. നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയുന്ന കാലത്തോളം ആ ആഗ്രഹ സാഫല്യം നടക്കുവാനുള്ള സാധ്യതകൾ നീണ്ടു പോകും, വിദൂരമായി കൊണ്ടിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ പ്രധാനമായും ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കയ്യിലേക്ക് തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികപരമായി തുണയ്ക്കുന്നതായ കാര്യങ്ങളാകാം. ഈ സമയം നിങ്ങൾക്ക് കയ്യിൽ നിൽക്കാത്തതായ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ നിരവധി ആഗ്രഹങ്ങളിൽ ചിലത് ഉടനെ തന്നെ നടക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം പകരുന്ന കാര്യങ്ങളാകും. അതിനുള്ള സൂചനകൾ തന്നെ ഉടനെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. എന്നാൽ തിടുക്കപ്പെട്ട് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹ സാഫല്യം അത് നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട കാര്യം തന്നെയാകുന്നു. അത് വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിൽ ആലോചിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹ സാഫല്യം അതിന് അവരും തുണയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. രണ്ടാമത്തെ നമ്പറായ 4444 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാകുന്നു. കാരണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നതായ ആ ആഗ്രഹമോ ചില ആഗ്രഹങ്ങളോ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കുറയും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ വളരെ കാലം നീണ്ടു പോകുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരും. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഈ ആഗ്രഹം നടക്കുവാനായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചതായ ആ വ്യക്തികളിൽ നിന്നോ ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ മനസ്സിൽ ചിന്തിച്ച ആ വ്യക്തിയിൽ നിന്ന് പോലും വളരെയധികം സഹായങ്ങൾ ലഭിക്കുകയോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളിൽ നിന്നും ലഭിക്കുകയോ ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇനി സമയം പാഴാക്കരുത് എന്ന പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇനിയും സമയം പാഴാക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കുറയുകയോ അല്ലെങ്കിൽ വളരെ നീണ്ടു പോവുകയോ ചെയ്യും. അതിനാൽ എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് ആദ്യമേ ചിന്തിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തുവാനും പല കാര്യങ്ങളിലൂടെയും ലാഭം വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ, ദുഃഖങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വരും എന്ന കാര്യം ഓർക്കുക. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ അത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ ക്ലേശങ്ങൾ അല്ലെങ്കിൽ മറ്റ് ക്ലേശങ്ങളാൽ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. എപ്പോൾ നടക്കും എന്നോ അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങൾ ഒഴിഞ്ഞ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ നിങ്ങൾക്കുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഒരിക്കലും ആ ആഗ്രഹം വിട്ട് കളയരുത് എന്ന് തന്നെയാകുന്നു. അത് നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹങ്ങൾ അല്പം കാലതാമസമെടുത്താലും നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ സ്ഥിരതയാർന്ന ശ്രമം നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഇടയ്ക്ക് ശ്രമിച്ച് പിന്നീട് ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നടക്കില്ല എന്ന കാര്യം ഓർക്കുക. സ്ഥിരതയോടെ പ്രയത്നിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരും. എത്ര ദുരിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ മുൻകോപം കുറച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ദേഷ്യം നിങ്ങളെ പല രീതിയിലും ദോഷകരമായി ബാധിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ കോപം പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ, കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. സ്ഥാനം, അംഗീകാരം, ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അധ്വാനിക്കുന്നതിന്റെ ഫലം ശരിയായ രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി സംഭവിക്കാം. സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മനസ്സിലാക്കേണ്ടത് അത്തരം ചില കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും തേടി എത്താവുന്നതുമാണ്. അത് ഉയർന്ന പദവിയോ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളോ ആകാം. ധനനഷ്ടത്തിനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും. പ്രധാനമായും ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മൂന്നാമത്തെ നമ്പറായ 6666 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കുറയുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും വന്നു ചേരാം. അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ സമയം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന കാര്യമാണ്. പലപ്പോഴും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനോ ഒരു കാര്യം നടക്കണം എന്ന ചിന്തയോടെ ആത്മാർത്ഥമായി പരിശ്രമങ്ങൾ നടത്തുവാനോ സാധിക്കുന്നില്ല. പല കാര്യങ്ങളും നിങ്ങളെ അതുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാം. മനസ്സിൽ വരുന്ന പല ചിന്തകളാകാം, സാമ്പത്തികപരമായ പ്രയാസങ്ങളാകാം. അത്തരത്തിൽ നിങ്ങളെ ഇതിൽ നിന്നും അകറ്റുന്നതായ നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആഗ്രഹ സാഫല്യം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഈ കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക്
പല രീതിയിലുള്ള ദൗർഭാഗ്യം ഈ ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. പലപ്പോഴും നടക്കും എന്ന് വിചാരിച്ചിട്ടും കയ്യെത്തും ദൂരത്തു നിന്ന് നഷ്ടമാവുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടമാവുകയോ ചെയ്തിട്ടുള്ളതാകുന്നു. അതിനാൽ തന്നെ ആ ആഗ്രഹം നടക്കില്ല എന്ന ചിന്ത മനസ്സിൽ പലപ്പോഴും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, തീർച്ചയായും അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കൂ. മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം, ആ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സഹായങ്ങളാലും ഈ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ആ വ്യക്തിയുടെയോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുടെയോ സഹായവും ഈ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങളെ സഹായിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലും പൊതുവെ ശോഭിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ചില കാര്യങ്ങളിൽ നിങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ പുറകിലേക്ക് പോകുന്നു എന്നതാണ് നിങ്ങൾ നേരിടുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളെയും നിങ്ങളുടെ അനുകൂലമാക്കുവാൻ സാധിക്കും. അവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏത് കാര്യത്തിലും ശോഭിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ പൊതുവെ നോക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ഉയർച്ചയും മംഗളകരമായ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാൻ യോഗമുള്ളവർ തന്നെയാകുന്നു. മുൻകോപം നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകോപം പ്രതികൂലമായ കാര്യങ്ങളാണ് വരുത്തുക, അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുൻകോപം ഒരു കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ആഗ്രഹ സാഫല്യത്തിനായി മുൻകോപം, എടുത്തുചാട്ടം എന്നിവ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. പെട്ടെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാതെ അല്പം കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് ചില അവസരങ്ങളിൽ നിങ്ങൾ. എന്നാൽ ഇതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം. ചില ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത്തരം പ്രശ്നങ്ങളാൽ ശത്രുക്കൾ വർദ്ധിക്കും. അതിനാൽ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുവാൻ ഈ സമയം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുവാൻ അതൊരു കാരണമായി തീരാം. ആലസ്യം നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ബാധിക്കുന്നു. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ വന്നു ചേരുന്നതായ ഇത്തരം പ്രശ്നങ്ങളാൽ നീണ്ടു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോയാൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വേഗം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ശോഭിക്കും എന്ന് തന്നെയാണ് ഫലം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.